മീമാംസ ഇങ്ങനെ പറഞ്ഞിട്ട് ആറെണ്ണം. സാങ്ക്യം കപിലമുനി ആണ് സാങ്ക്യത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞ ഋഷി. കപിലമുനി ഈ സൃഷ്ടിയെ പ്രകൃതിയും പുരുഷനുമായിട്ട് വിസ്തരിച്ച് പറഞ്ഞു തന്നു. ആ ലെവലിലുള്ളവർക്ക് അതാണ് നല്ല, അവിടുന്ന് പിടിച്ച് കയറി പോകണം. അടുത്തത് യോഗമാണ്. യോഗത്തിൽ ഈശ്വര വിശ്വാസത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ. യോഗ ചിത്തവൃത്തി നിരോധം, മനോനാശം, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ, യമനിയമങ്ങൾ അനുസരിച്ച് അഷ്ടാംഗ യോഗ മാർഗങ്ങളാണ്. സ്ട്രിക്റ്റായിട്ട് ആ യോഗമാർഗങ്ങൾ പിന്തുടർന്ന് ചിത്തവൃത്തി ഇല്ലാത്ത അവസ്ഥ, ചിന്തകൾ സങ്കല്പ വികല്പങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ, ഈശ്വരനോട് ചേർന്നിരിക്കുന്ന അവസ്ഥ, അതാണ് ആനന്ദ നിവൃത്തി. ആത്യന്തികമായ ദുഃഖ നിവൃത്തി ഇതാണ് പറയുന്നത്. അടുത്തത് ന്യായം. ന്യായം വളരെ രസകരമായൊരു ഭാഗമാണ്. ന്യായം പ്രമാണങ്ങളിലൂടെ ഈശ്വരനെ അറിയാനുള്ള അറിവിനെ അന്വേഷിച്ചു, അറിവിനെ വീണ്ടും അന്വേഷണത്തിന് വിധേയമാക്കുക എന്നുള്ളതാണ് ന്യായത്തിൻ്റെ മെത്തേഡ്. പ്രമാണങ്ങളുണ്ട്: പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം. 4 പ്രമാണം. ഞാൻ വിസ്തരിച്ച് പറയാൻ സമയമില്ല. 8:40 നിർത്താനാണ് ഓർഡർ. 8:45 വരെ മാക്സിമം. ഓക്കെ. അപ്പം ഞാൻ 5 മിനിറ്റ് ഗ്രേസ് തന്നിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, എല്ലാവരും കുറച്ച് ഉത്സാഹത്തിൽ എഴുതണം. ഇന്നും കുറച്ച് 2 മിനിറ്റ് കൂടി കൂട്ടി കിട്ടും.